കുന്നുകര പഞ്ചായത്തിൽ ശോചനീയാവസ്ഥ നേരിടുന്ന ആറ്റുപുറം തേർച്ചപ്പാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വേലൻകടവിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. MP ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് MP ഹൈബി ഈഡന് നിവേദനം സമർപ്പിക്കുന്നതിനായി നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി. കുന്നുകര പഞ്ചായത്തിലെ 2-ാം വാർഡിൽ ആറ്റുപുറം തേർച്ചപ്പാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ശോച്യാവസ്ഥ നേരിടുന്ന സാഹചര്യത്തിൽ പദ്ധതി വേലൻകടവിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അരനൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച പദ്ധതി ശോച്യാവസ്ഥ നേരിടുകയാണെന്നും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഈ മേഖലയിൽ പുതിയ പദ്ധതി ആവിഷ്കരിക്കുക വഴി കൃഷിക്കൊപ്പം കുടിവെള്ളക്ഷാമത്തിനും പരിഹാരം കാണാനാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. വേലൻകടവിൽ ചാലക്കുടിയാറിനോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമി പദ്ധതിക്കായി ഏറ്റെടുക്കാവുന്നതാണെന്നും നാട്ടുകാർ പറയുന്നു. MP ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈബീഡൻ MPക്ക് നിവേദനം സമർപ്പിക്കുന്നതിനായി നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി. കോൺഗ്രസ് കുന്നുകര മണ്ഡലം പ്രസിഡന്റ് R. അനിൽ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു ഇറിഗേഷൻ പദ്ധതി, വേലൻകടവിൽ ഇങ്ങനെ ഇറിഗേഷൻ പദ്ധതി വരികയാണെങ്കിൽ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുക, അതോടൊപ്പം തന്നെ പറമ്പിലേക്ക് നനവെള്ളം എത്തിക്കാൻ കൂടിയുള്ള ഒരു വലിയൊരു പദ്ധതിയുടെ ഭാഗമാണിത്. കാരണം നനവെള്ളം എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും കിണറുകളിൽ ഈ വെള്ളം ഉറവായിട്ട് വരികയും കിണറിൽ സുലഭമായിട്ടുള്ള വെള്ളത്തിനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒപ്പുശേഖരണം MPയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഭാഗത്ത് ഉണ്ടായതിനു ശേഷം ഇത് MPക്ക് കൈമാറുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സോമി ജോസഫ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മിനി പോളി, മുൻ പഞ്ചായത്ത് അംഗം PV തോമസ്, ജാനറ്റ് മരിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.